ടിപ്പു സുൽത്താൻ്റെ കോട്ടൻ്റെ ഫ്രണ്ട് ഗേറ്റാണ് ഈ കാണുന്നത്. ഒരു വശത്തെ എൻട്രി. ഇതിപ്പോൾ ഒക്കെ സാധാരണ പോലെ റോഡായിട്ട് മാറിയിട്ടുണ്ട്. മറ്റ് ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്നത് പബ്ലിക് റോഡായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആക്ച്വലി കോട്ടൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ജയിൽ ഉണ്ടാക്കിയിരുന്നവർ. അതൊരു അതിശയം പോലെയാണ് തോന്നുന്നത്. സാധാരണ ഉൾവശങ്ങളിലൊക്കെയാണ് സാധാരണ ജയിലുണ്ടാവില്ല. പക്ഷേ ഇതായി കാണുന്നത് ഇത് ജയിലായിരുന്നു ഇത്ര അന്നത്തെ കാലത്ത്. ഇതായി കാണുന്നതൊക്കെ ഇത് 4.5 കിലോമീറ്റർ ചുറ്റുമായിരുന്നു ഈ കോട്ടൻ്റെ മതിലുകൾ ഉണ്ടായിരുന്നത്. ഇതിങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ടൗണായി മാറിയിട്ടുണ്ട് ഇപ്പോഴ്. അത് ആ കാണുന്നതാണ് ജാമിയ മസ്ജിദ്. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നുള്ളത് ശ്രീരംഗപട്ടണത്താണ്. ശ്രീരംഗപട്ടണത്ത് മസ്ജിദ് കാണാൻ വന്നതാണ്. ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ടിപ്പു ഉണ്ടാക്കിയ മസ്ജിദ്. അത് മസ്ജിദുൽ ജാമിയ എന്നും പറയും, മസ്ജിദുൽ ആല എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് നിങ്ങൾക്കിന്ന് കാണാൻ പോകുന്നത്. പക്ഷേ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ ഇവിടെ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. ഇത് മന്ദിറാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനൊക്കെയാണ്. അപ്പോൾ മാക്സിമം ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസിന് മുമ്പിലൂടെ പോകുന്ന അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്ന അവിടെ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ കാണാൻ നിങ്ങൾക്ക്. ഇതാണ് ഹൗള് എന്ന് പറയുന്നത്. ഉളു എടുക്കുന്ന, അന്നത്തെ കാലത്ത് ഉളു എടുക്കുന്ന വെള്ളം ശേഖരിക്കുന്ന സ്ഥലമാണിത്. ഇത് ഇപ്പോഴും ഉളു എടുക്കുന്ന സിസ്റ്റമാണ്. പക്ഷെ പണ്ടത്തെ കാലത്ത് ഉളു എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. ഇത് പണ്ടത്തെ ഉളു എടുക്കുന്ന ഒരു കുളം പോലെ ഉണ്ടാക്കിയത് അന്നത്തെ കാലത്ത് ടിപ്പു സുൽത്താൻ. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വെള്ളം പുഴയിൽ നിന്നുള്ള വെള്ളം അടിയിൽ കൂടെ ആ ലെവലിൽ വെള്ളം വെയിലായാലും ഇറക്കാലും ആ ലെവലിൽ വെള്ളം ശരിക്ക് നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹൈറ്റിലാണോ വെള്ളം വരുന്നത് അതിനനുസരിച്ച് ആൾക്കാർക്ക് ഇരുന്ന് ഒതുവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകുന്നത്. പക്ഷേ ഇവിടെ 12 മണിക്ക് ഇത് ക്ലോസ് ചെയ്ത് കണ്ടില്ല, എല്ലാം ക്ലോസ് ചെയ്തിട്ടതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം ഡോറുകളൊക്കെ ക്ലോസാണ്. അപ്പോൾ അവർ തുറക്കുന്നില്ല. അവരിനി 12 മണിക്ക് കറക്റ്റ് തുറക്കുള്ളൂ ജുമാക്ക്. പിന്നെ 5 വക്ത നമസ്കാരമുണ്ട്. ആ നമസ്കാര സമയത്ത് മാത്രമേ ഇത് തുറക്കുള്ളൂ. ഇത് 1786 1787 ഇടയ്ക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നത്. ഇവിടെ എനി ടൈം എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താൻ ഇവിടെ ഉണ്ടാവുന്ന പരിസരത്ത് ഉണ്ടാവുന്ന അവരെ കൊട്ടാരം ഇവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടി നടന്ന് വരലായിരുന്നു പതിവ്. നടന്ന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു സ്പെഷ്യൽ ഡോറൊക്കെ ഉണ്ടായിരുന്നു ഈ പള്ളിയിൽ. ആ ഡോർ ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. അതിപ്പോൾ ബ്രിട്ടീഷുകാർ പിന്നെ അടച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഞാൻ ഉള്ളിൽ സീക്രട്ടായിട്ട് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പള്ളിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഈ 2 മിനാരം. 2 മിനാരങ്ങൾ കാണാൻ പറ്റും. ഇന്നത്തെ ഡോറുകൾ കണ്ടല്ലേ, ഡോറിന് ചേഞ്ച് ആക്കിയില്ല എന്ന് തോന്നുന്നു. അന്നത്തെ ഡോർ തന്നെയാണിത്. ആർട്ട് വർക്ക്, ഡെക്കറേഷൻ ഒക്കെ കണ്ടില്ലേ, ഭയങ്കര. ഇത് ശരിക്കും ഒരു അറബ്
സ്റ്റൈലാണ് ഇത് ചെയ്തിരുന്നത് പള്ളിൻ്റെ ടോട്ടൽ വർക്ക്. പക്ഷേ ഇപ്പോൾ ഒരു പെയിൻറ്റിംഗ് ഒക്കെ സാധാരണ ജസ്റ്റ് സിംഗിൾ പെയിൻ്റാണ്. അന്നത്തെ കാലത്ത് ഇത് ഫുള്ള് ഡിഫറെൻറ്റ് കളറിൽ ഒരുപാട് അട്രാക്ഷനിൽ പെയിൻ്റൊക്കെ ചെയ്തിരുന്നു ഇതിന്. അന്നത്തെ കലാകാരന്മാരും അന്നത്തെ പെയിൻറ്റേഴ്സും ആർട്ട് വർക്ക് ചെയ്യുന്നവരൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കാലക്രമേണ അതൊക്കെ സിംഗിൾ പെയിൻറ്റിലേക്ക് ഒതുക്കിയതായിരിക്കും. ഈ പള്ളിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഏഴാം വയസ്സിൽ ടിപ്പു സുൽത്താൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഹൈദരാലി, ഇവരുടെ ഉപ്പ ഹൈദരാലി രാജാവും അല്ല, ഒന്നുമല്ല, മൈസൂർ രാജാവിൻ്റെ ശിപ്പായി ആയിരുന്നു, മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ ഈ പരിസരങ്ങളിലൊക്കെ കളിക്കാൻ വരും ആര്, ടിപ്പു സുൽത്താൻ. അപ്പോൾ കളിക്കുന്ന സമയത്ത് ഒരു സൂഫി വര്യന് പിന്നെ ടിപ്പുവിനെ വിളിച്ചിട്ട് ചോദിച്ചു. അന്ന് ആർക്കും അറിയില്ല, ഭയങ്കര സീക്രട്ടാണ് ഇത്, സുൽത്താൻ പിന്നെ ഹൈദരാലിൻ്റെ മകനാണെന്നും എല്ലാം ഭയങ്കര സ്വകാര്യമാണ്, ആർക്കും അറിയില്ല പബ്ലിക്കിന്. ഈ സൂഫി വര്യം വിളിച്ച് ചോദിച്ച്, നീ ഇന്ന ആളല്ലേ, നിൻ്റെ പേര് ടിപ്പു അല്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ആ സമയത്താണ് അവൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ പേര് മനസ്സിലായത്? അപ്പോൾ അതെനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അന്ന് ഈ സൂഫി വര്യം പറഞ്ഞതാണ്, നീ വലിയൊരാളാവും, ഇവിടുത്തെ രാജ്യം ഭരിക്കും നീ. അന്ന് നീ രാജ്യം ഭരിക്കുന്ന സമയത്ത്, രാജ്യം ഭരിക്കുമ്പോൾ നീ ഈ പരിസരത്തൊരു പള്ളി ഉണ്ടാക്കണം, ഒരു ജമാ മസ്ജിദ് ഉണ്ടാക്കണം. അന്ന് ചെറുപ്പകാലത്ത് പറഞ്ഞു വെച്ചതാണ്. പിന്നെ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് അവർ രാജാവായതിനു ശേഷമാണ് പിന്നെ ഈ പള്ളി ഉണ്ടാക്കുന്നത്. അതാണ് ശരിക്കും ഇതിൻ്റെ ചരിത്രം. കാണുന്നത് ഖബർസ്ഥാനുകളാണ്. എന്ന് വെച്ചാൽ ടിപ്പുവിൻ്റെ സ്വന്തം കുടുംബക്കാരും പട്ടാളക്കാരും ഒക്കെ മരിച്ച സമയത്ത് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഖബർസ്ഥാനാണ് കാണുന്നത്. ഈ കാണുന്നതാണ് ജന്തർ മന്തർ, വാൾ ക്ലോക്ക്. അന്നത്തെ കാലത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ടൈം നോക്കുന്ന വാൾ ക്ലോക്ക്. അത് കരിങ്കല്ലിൽ, വെറും കരിങ്കല്ലിലാണ് ഇത് കൊത്തി ഉണ്ടാക്കിയത്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ കറക്റ്റ് ടൈം, നമ്മൾ ഇന്നത്തെ ക്ലോക്ക് നോക്കുമ്പോഴുള്ള കറക്റ്റ് ടൈം ഇവർക്ക് നോക്കാൻ പറ്റും. ഇവിടെ ഈ സെൻറ്ററിൽ ഡയമണ്ട് സ്റ്റിക്കാണ് വെക്കുക. ഡയമണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ ഷെയ്ഡ് കാലാവസ്ഥക്കനുസരിച്ചിട്ട് ഷെയ്ഡ് ഇതിനെ ട്രാക്ക് ചെയ്യും. ഇവിടെ ഈ റൗണ്ട് കൊടുത്താന്നില്ലേ, ഈ റൗണ്ടിന് ഇങ്ങനെ ട്രാക്ക് ചെയ്തിട്ട് ആ സമയത്ത് ഏത് പൊസിഷനിലാണ് നേലുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു ടൈം കാണാൻ പറ്റും. ഇവിടെ ഇത് കൊടുത്തത് ഹവേഴ്സാണ്, മണിക്കൂറുകൾ. 1, 2, 3, 4, 5 ഇങ്ങനെ 24 മണിക്കൂറുകളുണ്ട്. അപ്പോൾ അതിനെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ റൗണ്ടിന് ട്രാക്ക് ചെയ്തിട്ടാണ് അന്നത്തെ കാലത്ത് ടൈം കണ്ടെത്തുന്നത്. ഇതിലൊക്കെ എഴുതിയത് ഫുൾ അറബിക് അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇതിൻ്റെ. ഭാരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു കാര്യം കാണാൻ പറ്റും. ചെറിയ ഹോളുകൾ കണ്ടില്ലേ, അവിടെ പ്രാവുകൾ ഇരിക്കുന്നു. നോക്കി, പ്രാവുകൾ. ഇതിന് കബൂത്തർ ഖാന എന്ന് പറയും. കബൂത്തർ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവുകളെ വളർത്തുന്ന കൂടുകൾ. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. എല്ലാ മിനാരത്തിലും പിന്നെ അതുപോലെ മെയിൻ ഗേറ്റ്, ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിൽ മെയിൻ ഗേറ്റിൽ വരെ ഈ കബൂത്തർ ഖാന ഉണ്ടായിരുന്നു.
ഞാനുള്ളത് പള്ളിൻ്റെ ബാക്ക് സൈഡിലാണ്. ഈ കാണുന്ന ഖബർസ്ഥാൻ ഇവിടുത്തെ ഇമാമുണ്ടായിരുന്നു, ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ള ഇമാമിൻ്റെ ഖബർസ്ഥാനാണ്. അതുപോലെ അവരെ ഫാമിലിനെയും ഖബറടക്കിയത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണുള്ളത്. ഇതെല്ലാം പള്ളീൻ്റെ ബാക്ക് സൈഡായിട്ടാണ് കാണുന്നത്. കംപ്ലീറ്റ് പില്ലറുകൾ ഉണ്ടാക്കി. അന്നത്തെ കാലത്ത് ആരും അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡുകളിലൊക്കെ ഇങ്ങനെ പില്ലറുകളിൽ ഹെവി മതിലും സൗകര്യങ്ങളും ഇതിൻ്റെ ഫുൾ ബാക്ക് സൈഡായി കാണുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പ്രാവുകളുണ്ട്.